ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 28, 2024 നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിന് ഇന്നൊന്നും മത്സരങ്ങളൊന്നും ഇല്ല. അതേസമയം ഈ നവംബർ 30 ഇന്ത്യൻ 11 ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റേഴ്സ് 11 തമ്മിലൊരു ഫസ്റ്റ് ക്ലാസ് മത്സരം നടക്കുന്നുണ്ട്. അത് അടുത്ത മാസം ഡിസംബർ 6 ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന് മുന്നോടിയായുള്ള ഒരു പരിശീലന മത്സരം എന്ന നിലക്കാണ്. അതേപോലെ സംസ്ഥാനങ്ങൾ തമ്മിൽ നടക്കുന്ന 2020 ടൂർണമെൻറ്റായ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും ഇന്ന് മത്സരങ്ങളൊന്നും ഇല്ല. എന്നാൽ നാളെ കാലത്ത് 11 മണിക്ക് 2 കളിയിൽ നിന്ന് 8 പോയിൻ്റ് നേടിയ മുംബൈയും 3 കളിയിൽ നിന്ന് 8 പോയിൻ്റ് നേടിയ കേരളവും തമ്മിൽ മത്സരമുണ്ട്. മുംബൈ വളരെ ശക്തമായ ടീമാണ്. ശ്രേയസ് അയ്യർ നയിക്കുന്ന ടീമിൽ പൃഥ്വി ഷാ, ഷർദുൽ ഠാക്കൂർ തുടങ്ങിയ മുൻ ടെസ്റ്റ് കളിക്കാരൊക്കെ ഉണ്ട്. അതേസമയം കേരളത്തിന് മുന്നോട്ട് പോകാൻ ഒരു വിജയം അത്യാവശ്യമാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, നമുക്കറിയാം ഈ അടുത്ത വർഷം ആദ്യം WTC ചാമ്പ്യൻഷിപ്പ്, വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ നടക്കുന്നതിൻ്റെ ഫൈനലിന് വേണ്ടിയാണ്, ഇതിൻ്റെ മുന്നോടിയാണ് ഇപ്പോൾ നടക്കുന്ന മത്സരമൊക്കെ നടക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനത്തിന് ഭീഷണി സൃഷ്ടിക്കാവുന്ന 2 ടീമുകളുണ്ട്. ഒന്ന് ശ്രീലങ്ക, മറ്റൊന്ന് ന്യൂസിലാൻഡ്. അപ്പോൾ അവരൊക്കെ ഉൾപ്പെടുന്ന ടെസ്റ്റ് മത്സരങ്ങൾ ഈ ആഴ്ച നടന്നു വരുന്നുണ്ട്. അപ്പോൾ ശ്രീലങ്കയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് മത്സരം ഇന്നലെ തുടങ്ങി. നമുക്ക് ഇന്ത്യക്കാരായ കാണികൾക്ക് ആശ്വാസം പകരുന്നൊരു വാർത്തയാണ് ഡർബനിൽ നിന്ന് ലഭിച്ചത്. ശ്രീലങ്ക ഒന്നാം ഇന്നിങ്സിൽ 42 റൺസിന് പുറത്തായി. ദക്ഷിണാഫ്രിക്ക ഇപ്പോൾ രണ്ടാം ഇന്നിങ്സ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 വിക്കറ്റിന് 132 റൺസാണ്. മൊത്തം അവർക്കിപ്പോൾ 281 റൺസിൻ്റെ ലീഡുണ്ട്. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയാണ് ഈ ടെസ്റ്റിൽ വിജയിക്കാൻ സാധ്യത. ദക്ഷിണാഫ്രിക്ക വിജയിക്കുകയാണെങ്കിൽ ശ്രീലങ്ക ഫൈനലിൽ കിടക്കാനുള്ള സാധ്യത കുറയും. അപ്പോൾ ഇന്ത്യയുടെ സാധ്യത കൂടും. അതേസമയം മറ്റൊരു ടീമായ ന്യൂസിലാൻഡും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് മത്സരം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസിലാൻഡ് ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ 8 വിക്കറ്റിന് 319 റൺസ് എന്ന നിലയിലാണ്. അപ്പോൾ പിന്നെ ഇത്രയാണ് നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി IPLുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളൊക്കെ ഇന്ന് പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അറിയാം, പല പ്രമുഖരായ കളിക്കാരെയും ഇപ്രാവശ്യം പല ടീമുകളും ലേലത്തിൽ വിളിച്ചെടുത്തിട്ടില്ല. ഇന്ത്യക്കാരെ കൂട്ടത്തിൽ പ്രാധാന്യമുള്ള കുറേ കളിക്കാരുണ്ട്. നമുക്കറിയാം, പൃഥ്വി ഷാ, ഷർദുൽ ഠാക്കൂർ, സർഫറാസ് ഖാൻ തുടങ്ങിയവരൊക്കെ അവരൊക്കെ ഇന്ത്യൻ ടെസ്റ്റ് ടീം അംഗങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, സർഫറാസ് ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ടെസ്റ്റ് പ്ലെയർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ലേലത്തെ വിളിക്കാത്തതെന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, സർഫറാസ് ഖാൻ 5 ടെസ്റ്റിൽ നിന്ന് 6 ടെസ്റ്റിൽ നിന്ന് 371 റൺസ് എടുത്തിട്ടുണ്ട്. അതേസമയം IPLൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് വളരെ മോശമാണ്. 50 IPL മത്സരങ്ങളിൽ നിന്ന് 585 റൺസ് മാത്രമേ സർഫറാസ് ഖാൻ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതേസമയം പൃഥ്വി ഷായുടെ കാര്യം അങ്ങനെയല്ല. അദ്ദേഹം 5 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 339 റൺസാണ്. അരങ്ങേറ്റത്തിൽ ടെസ്റ്റ് സെഞ്ചുറി നേടിയ ആളാണ് അദ്ദേഹം. IPL മത്സരങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ 79 മത്സരങ്ങളിൽ നിന്ന് 1892 റൺസ് എടുത്തിട്ടുണ്ട്. 25 വയസ്സേ ഉള്ളൂ. എന്നിട്ടും അദ്ദേഹത്തെ ആരും വിളിച്ചിട്ടില്ല. അതേസമയം അദ്ദേഹത്തിന് 18 വയസ്സ് തികയുന്നതിന് മുമ്പേ 12 കോടിക്ക് ഡൽഹി ലേലം വിളിച്ചെടുത്തിട്ടുണ്ട് മുമ്പ്. പിന്നെ മറ്റൊരു പ്രമുഖൻ നമുക്കറിയാം, ഷർദുൽ ഠാക്കൂറാണ്. അദ്ദേഹത്തിൻ്റെ വില അല്പം കൂടുതലായതുകൊണ്ടാണ് ആരും എടുക്കാത്തതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഒരു മീഡിയം പേസ് ഓൾറൗണ്ടറാണ്. മറ്റൊന്ന് IPLനെ കുറിച്ച് വന്ന വാർത്ത നമുക്കറിയാം, മുൻ IPL ചെയർമാനായ ലളിത് മോദി ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഉടമസ്ഥനായ ശ്രീനിവാസിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഉടമസ്ഥൻ എപ്പോഴും ചെന്നൈ ഉൾപ്പെടുന്ന മത്സരങ്ങളിൽ ചെന്നൈക്കാരെ റഫറിമാരെ അമ്പയർമാരെ ഉപയോഗിക്കും എന്നാണ് ലളിത് മോദി പറഞ്ഞ ആരോപണം.
അതിലെത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഉള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.